ഞാൻ നോക്കുമ്പോഴേ നികി ഇങ്ങനെ പച്ചമാങ്ങ ചാടി പറിച്ചോണ്ടിരിക്കുകയാണ് ട്ടാ. സംഭവം ഇത് നമ്മുടെ കണ്ണൂരല്ല, എറണാകുളത്താണ്. എന്തായാലും നികിക്ക് ഒരു ഹെൽപ്പ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാനും മാങ്ങ പറിക്കാനങ്ങ് കൂടിയേട്ടാ. അപ്പം എന്താ, നമ്മുടെ കണ്ണൂർ മാങ്ങ ഇല്ലാത്തതുകൊണ്ടാണ് എറണാകുളത്ത് പോയി മാങ്ങ പറിക്കുന്നത് നിങ്ങൾ വിചാരിക്കണ്ട. ഇതെൻ്റെ അമ്മാവൻ്റെ വീട്ടിൽ നിന്നിരുന്ന നല്ല പച്ച മാങ്ങയാണ്. അപ്പോൾ ദേ മാങ്ങ പറി ഇവിടെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. ഞങ്ങൾ മാത്രമല്ല, അച്ഛൻ തോട്ടിയിൽ പറിക്കുന്നു, സന്ധ്യയും സഭയിലും കൂടി മുണ്ടിൽ പിടിച്ചു കൊടുക്കുന്നുണ്ട്. ഇവിടെ കുറച്ചൊരു നോക്കി നിൽപ്പുണ്ട്. അങ്ങനെ എല്ലാവരും കൂടി ദേ മാങ്ങ ഇങ്ങനെ പറിച്ച് അങ്ങ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറേ മാങ്ങ ഞങ്ങളിങ്ങനെ മതിലുമ വെച്ച് സഭയിലിനെ അതൊക്കെ എടുത്ത് മുണ്ടിലേക്ക് ഇട്ടിട്ടുണ്ട്. അച്ഛൻ ദേ മുണ്ടക്കാട് മടക്കി കെട്ടി വിട്ടോ മക്കളെ വണ്ടി കണ്ണൂർക്കെന്ന് പറഞ്ഞു കേട്ടാ. എറണാകുളത്ത് നിന്ന് ഈ മാങ്ങയും പറിച്ച് കണ്ണൂർക്ക് വന്നത് അങ്ങനെ വെറുതെ തിന്നാനൊന്നല്ല കേട്ടാ. ഈ മാങ്ങേനെ കാര്യമായിട്ടൊന്ന് കാണേണ്ടത് തന്നെ ഉണ്ട്. അപ്പൊ ഇതാ ഒരു ബക്കറ്റിലെ വെള്ളത്തിലിട്ട് കഴുകി നല്ല വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടാ. എന്നിട്ട് നമുക്ക് തുടങ്ങാം ബാക്കി പരിപാടിയല്ല. നിന്റെ മാങ്ങക്ക് വേണ്ടിയിട്ടുള്ള ചാട്ടം കണ്ടപ്പോഴേ എനിക്ക് തോന്നി നീ കാര്യമായിട്ട് മാങ്ങ വെച്ചിട്ട് എന്തോ ചെയ്യാനുള്ള പരിപാടി ഉണ്ട് എന്ന്. അതെയോപ്പെ കാര്യമായിട്ടുള്ള ഒരു പരിപാടി തന്നെയാണ് കേട്ടാ. പക്ഷെ ഇത് എന്റെ സ്പെഷ്യൽ ഒന്നല്ല, എനിക്ക് അമ്മ പറഞ്ഞു തന്നത് തന്നെയാണ് കേട്ടാ. എറണാകുളത്ത് നിന്ന് അമ്മായിയും എല്ലാം ചെയ്യുന്നതാണ്. അത് മാത്രല്ല, കഴിച്ച കൊതി മാറാത്തൊരു ഐറ്റാണ്. എന്നാ പിന്നെ നമുക്ക് ഉണ്ടാക്കി നോക്കിയാലോ അപ്പേ? കൊതിമാറാത്തായിട്ടാണെങ്കിൽ പിന്നെ ഉണ്ടാക്കാന്നല്ലാണ്ട് വേഗം അങ്ങ് നോക്ക്. അതെ, അപ്പൊ ഇതാ മാങ്ങ ഇതാ നല്ലോണം തിളച്ച വെള്ളത്തിലേക്ക് അങ്ങ് ഇട്ടിട്ടുണ്ട് കേട്ടാ. മാങ്ങ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ തീ അങ്ങോട്ട് ഓഫ് ആക്കണം കേട്ടാ. അങ്ങനെ ഇതാ മാങ്ങ ഈ ഒരു കളറിലായി വന്നിട്ടുണ്ട് കേട്ടാ. അങ്ങനെ ഇതാ ഓരോ മാങ്ങയും ഞാൻ പിറക്കി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി വെള്ളത്തിന്റെ ഒരംശം പോലും ഇല്ലാണ്ട് മാങ്ങ തുടച്ച് നല്ല ക്ലീൻ ആക്കിയിട്ട് ഇതാ ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടാ. ഇനി എന്താ പരിപാടി എന്നല്ലേ, ഇതാ എള്ളെണ്ണ എടുത്തിട്ടുണ്ട്. ഓരോ മാങ്ങകളായിട്ട് എടുത്ത് എള്ളെണ്ണ ഇട്ട് ഇങ്ങനെ നല്ലോണം തടവി വെക്കണം കേട്ടാ. ഇനി ഇതാ ചില്ലുഭരണി വാങ്ങിച്ചത് ഇതിനു വേണ്ടിയിട്ടാണ് കേട്ടാ. എന്തായാലും എറണാകുളത്ത് നിന്ന് കണ്ണൂരേക്ക് വിരുന്ന് വന്ന മാങ്ങയല്ലേ, അതിനെ അങ്ങനെ വെറുതെ വിടാൻ പറ്റൂലല്ലോ. അപ്പൊ ഇതാ നല്ല ചില്ലുഭരണിയിലേക്ക് അങ്ങോട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടാ. ഓരോ മാങ്ങകളും ചില്ലുഭരണിയിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതാ കുറച്ച് ഉപ്പും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഇതിലേക്ക് ആവശ്യമുള്ള പച്ചവെള്ളം കൂടി അങ്ങോട്ടേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കാന്താരിമുളക് കൂടി ഇട്ടിട്ടുണ്ടെങ്കിണ്ടല്ലോ കിടിലൻ ടേസ്റ്റ് ആയിരിക്കും കേട്ടാ. ഒടുക്കത്തെ ടേസ്റ്റ് ആയിരിക്കും. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, കാന്താരി കിട്ടാനില്ല. അതെ, കിട്ടാനുള്ളതിനാണെങ്കിൽ തീ പിടിച്ച വിലയുമാണ് അല്ലേ. അതെ, അപ്പൊ എന്തായാലും പച്ചമാങ്ങ മാത്രം അവിടെ ഇരിക്കട്ടെ. അങ്ങനെ ഒരു 2 ആഴ്ചത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മളിതാ പച്ചമാങ്ങ ഭരണി പൊട്ടിച്ചിട്ടുണ്ടല്ലേ. അടിപൊളി. കുറച്ചൊരു പൂപ്പൽ പോലെയൊക്കെ ഉള്ളതുണ്ട്, പക്ഷെ ഇത് നോർമലി എപ്പോഴും ഉണ്ടാവുന്നതാണ് എന്ന് അമ്മ പറയാൻ പറഞ്ഞു. അതെ, അമ്മ പറഞ്ഞു. ഞാൻ ഇത് കണ്ടപ്പോ തന്നെ അമ്മേനോട് പറഞ്ഞു, അമ്മ ഇതെന്താ പൂപ്പ് പിടിച്ചോന്ന് വെച്ചപ്പോ അമ്മ പറഞ്ഞു, മോളെ അത് ഉപ്പുമാങ്ങ ഭരണിയിൽ ഇട്ട് വെച്ചാൽ അങ്ങനെ ഉണ്ടാവും, കുഴപ്പമില്ലാന്ന്. ഇത് എൻ്റെ ഫേവറേറ്റ് ഐറ്റാണ് കേട്ടോ. ഇപ്പം നിങ്ങൾ കണ്ടല്ല, ഉപ്പ് മാങ്ങ കുറച്ച് മുളക് പൊടിയും കുറച്ച് ഉള്ളിയും പച്ചമുളകും ഇട്ടിട്ട് ഇതുപോലെ അങ്ങ് കൈ കൊണ്ട് ഒടച്ചങ്ങ് എടുക്കണം. ഓഹ് എൻ്റെ നികി, ഞാൻ തന്നെ പറയാം, ഇതെനിക്ക് എന്താ പറയണ്ടേ, എപ്പം മുതൽ ഇഷ്ടമാണെന്ന് വെച്ചാൽ എനിക്ക് ഓർമ്മയില്ല, അന്തക്കാലം മുതൽക്കേ ഇഷ്ടം. എന്തായാലും ഇതൊന്നും കൂടി ഒന്ന് നല്ലോണം ഉടയാനുണ്ട് കേട്ടാ. ഓപ്പന്റെ ആക്രാന്തം മൂത്തിട്ടാണ് നമ്മൾ ഇപ്പോഴേ എടുത്തത്. അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞിട്ടേ ഞാൻ ഈ ഭരണി പൊട്ടിക്കുള്ളായിരുന്നു. സത്യം, ഈ ഭരണി ആയോ എന്ന് ഞാൻ എല്ലാ ദിവസവും വന്ന് നോക്കും. ഇവളെ കൊണ്ട് ഞാൻ നിർബന്ധിച്ച് പൊട്ടിപ്പിച്ചതാണ്. എന്തായാലും സംഭവം കിടിലൻ ടേസ്റ്റ് ആയിട്ടാണ്, ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്യും. ഇതേ നോക്കിയേ, നല്ല ചാലിച്ചൊടച്ചെടുത്ത ഉപ്പുമാങ്ങയും പച്ചമുളകും ഉള്ളിയും എല്ലാം കൂടി വായിലേക്ക് അങ്ങ് ഇട്ട് കഴിയുമ്പോൾ കിട്ടുന്ന ആ ഒരു രുചിയുണ്ടല്ലോ, ഓഫ്, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കപ്പലോടിക്കാനുള്ള വെള്ളം നിങ്ങളുടെ വായിലുണ്ടാവുമെന്ന് എനിക്കറിയാം, പക്ഷെ രക്ഷയില്ല. ഞാൻ എന്തായാലും കഴിക്കട്ടെ. നിങ്ങളും വേഗം പച്ചമാങ്ങ വാങ്ങിയിട്ട് ഇതുപോലെ തന്നെ ഉപ്പിലിട്ടോട്ടാ. ഈ ഒരു പിടി ചോറ് ഇങ്ങനെ കഴിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സുഖം ഉണ്ടല്ലോ, വേറെ കറികളൊന്നും വേണ്ട, ആ ചെമ്മീൻ തന്നെ വേണമെന്നില്ല. ഇന്ദ്രുവിന് കൊടുത്തു, ഇന്ദ്രുവിനും ഭയങ്കര ഇഷ്ടമായി. അവസാനം ഞാൻ ഈ മാങ്ങണ്ടി ഉണ്ടല്ലോ, ഇതായിരിക്കും കൊടുക്കൂല, എനിക്ക് തന്നെ വേണം. ഇതിങ്ങനെ കഴിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു രുചി. ചോറ് ഇന്ന് പ്ലേറ്റ് കാലിയായാലും ഇതാ ഇതുപോലെ കഴിച്ചോണ്ടിരിക്കും. അപ്പൊ നിങ്ങളും എന്തായാലും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി നോക്കിക്കോ.